السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നിവിടെ പോകുന്ന പഠനം എന്നുള്ളത് മുഹമ്മദ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ രചിച്ച അഖീദത്തു അഹ്ലി സുന്നത്ത് എന്ന കിതാബിനെ സംബന്ധിച്ചുള്ള പഠനമാണ്. ഈ കിതാബിൽ അതിന്റെ പേര് അറിയിക്കുന്നത് പോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇതേ സംബന്ധിച്ചാണ് ഈ കിതാബ് പരാമർശിക്കുന്നത്. ഈ കിതാബ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു മുഅല്ലിഫ് നമുക്കറിയാം, അറിയപ്പെട്ട ഈ വർത്തമാന കാലത്തെ അഹ്ലു സുന്നത്തിന്റെ ഇമാമിയങ്ങളിൽ ഒരാളായി എണ്ണപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ധാരാളം നിങ്ങൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. അദ്ദേഹം സൗദി അറേബ്യയിലെ ഇന്നത്തെ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിന്നിരുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെറുപ്പം മുതലേ ദീൻ പഠിക്കാൻ അങ്ങേയറ്റം താല്പര്യം കാണിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി, റബ്ബ് എളുപ്പമാക്കുകയുണ്ടായി. അദ്ദേഹം മറ്റ് അറിവ് അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും അങ്ങനെ അന്നത്തെ കാലത്തെ പ്രമുഖരായ പല പണ്ഡിതന്മാരും, അത് മുഹമ്മദ് അൽ അമീൻ ഷൻഖീത്തി റഹിമഹുല്ലാ, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരെടുക്കുന്ന അദ്ദേഹത്തിന് അറിവ് നൽകാനുള്ള എളുപ്പം ഉണ്ടാവുകയുണ്ടായി. അദ്ദേഹം അറിയപ്പെട്ടത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. അദ്ദേഹം അറിയപ്പെട്ടത് പ്രധാനമായി രണ്ട് കാര്യങ്ങൾ കൊണ്ട്. അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവ്, ഫിഖ്ഹിലുള്ള ചില അഖീദയിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പൊതുവെ എല്ലാ പണ്ഡിതന്മാർക്കും കഴിവുണ്ട്, അറിവുണ്ട്, ആഴത്തിലുള്ള. പക്ഷെ ഇദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകപ്പെടുന്നത് ഒന്നാമത്തത് ഫിഖ്ഹിന്റെ മസലകളിൽ അദ്ദേഹത്തിന് എല്ലാ മദ്ഹബുകളുടെ അഖ്വാലുകളും അതിലുള്ള ഓരോ മദ്ഹബുകളുടെ തെളിവുകളും അതിൽ ഏതിനെ കൂടുതൽ തർജീഹ് ചെയ്യണം, ഏതാണ് കൂടുതൽ തെളിവിന്റെ പിൻബലമുള്ളത് എന്ന രൂപത്തിൽ ആ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. മറ്റൊരു പ്രത്യേകത ഇദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും നമ്മളെപ്പോലത്തെ ദീൻ പഠിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളോട് നസീഹത്ത് അല്ലെങ്കിൽ ഒരു വസിയത്ത് എന്നുള്ള നിലയ്ക്ക് പറയാം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ മീസത്ത് എന്നുള്ളത്, അദ്ദേഹം ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പ്രത്യേകം റബ്ബിന്റെ കഴിവ് അല്ലെങ്കിൽ എളുപ്പം നൽകപ്പെട്ട വ്യക്തി. വലിയ ഇൽമുള്ള പണ്ഡിതന്മാരുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ആ ഉള്ള ഇൽമ് തൻ്റെ മുന്നിലിരിക്കുന്ന താലിബുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേക കഴിവ് തന്നെ. ആ കഴിവ് വലിയൊരു നൽകപ്പെട്ട വ്യക്തിയാണ് ഇബ്നു റഹിമഹുല്ലാ. എന്ന് മാത്രമല്ല, ആ കഴിവ് തന്നെ അദ്ദേഹം ഏറ്റവും ലളിതമായ ഭാഷയിൽ, അറബി ഭാഷയിൽ തന്നെ ഏറ്റവും ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് ഏതൊരു തുടക്കക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ അനന്തരഫലമായിട്ട്, അതിന്റെ റിസൾട്ടായിട്ട്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്താ, ഇദ്ദേഹത്തിന്റെ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ആ ഒരു കാസറ്റുകൾ, പണ്ട് കാസറ്റുകളാണ്. ആ കാസറ്റുകൾ കേട്ടുകൊണ്ട് മാത്രം ലോകത്തെ വിവിധ രാജ്യങ്ങൾ, അറബികളും അനറബികളും അല്ലാത്ത ആയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ വലിയ ആലിമുകളായിട്ട് അദ്ദേഹത്തിന്റെ കാസറ്റുകൾ കേട്ട്, എന്താ വെച്ചാല് ബേസ് പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനങ്ങൾ ഉണ്ടാവും, എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് പിന്നെ
ബാക്കിയുള്ള ഫർദർ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള പഠനങ്ങൾക്ക് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി കാസറ്റ് അവലംബിക്കുകയും അങ്ങനെ ആ ബേസിക്കിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ട് അങ്ങനെ വലിയ ആലിമുകളായി തീർന്ന ഒന്നും രണ്ടും പേരല്ല, നൂറുകണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിലുണ്ട്. അത് അദ്ദേഹത്തിന് റബ്ബ് കൊടുത്തൊരു പ്രത്യേക അനുഗ്രഹമാണ്. ഇത് നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം, നിങ്ങളൊക്കെ ദീൻ പഠിക്കുന്നവരാണ്, ഞാനും നിങ്ങളൊക്കെ. നമ്മളൊക്കെ ബിഗിനേഴ്സ് ആണ്, ഒക്കെ ശരിയെന്നെ അൽഹംദുലില്ലാ. പക്ഷെ നമ്മൾക്ക് ഈ ഒരു തുടക്ക സമയത്ത്, നമ്മുടെ ഈ ഒരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് മസലകൾ പഠിക്കുന്നതിലാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്തൊരു മേഖലയാണ് ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും, ഈ ഒരു അറിവ് എങ്ങനെ അവരിലേക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ, മനസ്സിലാകുന്ന രീതിയിൽ, എല്ലാവർക്കും പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിൽ എങ്ങനെ ഇത് മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും സംബന്ധിച്ചൊരു മനസ്സിലൊരു എപ്പോഴും ഒരു അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും അല്ലെങ്കിൽ അതിനു വേണ്ട വഴികൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കലൊക്കെ അവരെ അവഗണിക്കാൻ പാടില്ല ഒരു മേഖലയാണെന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കാം. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം സാന്ദർഭികമായി സൂചിപ്പിച്ചാണ്. പിന്നെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയാനുണ്ട്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, കാരണം ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായി നിൽക്കുന്ന ഒരു കാര്യമാണ് സുഹദ് എന്നുള്ളത്, ദുനിയാവിന്റെ വിഷയങ്ങളിലുള്ള വിരക്തി. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ എണ്ണം പറഞ്ഞ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നിട്ട് പോലും അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വീട് എത്രയോ കാലപ്പഴക്കമുള്ള മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു വീടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല, നമ്മൾ കിതാബിലേക്ക് കടക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി എഴുതിയ അഖീദത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ശ്രദ്ധിക്കേണ്ടത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: സുന്നത്തിന്റെയും ജമാഅത്തിന്റെ ആളുകൾ. സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകളെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാം. സുന്നത്തിന്റെ ജമാഅത്തിന്റെ ആളുകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം? ഇതാരാണ്, എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രയോഗം? അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചാലൊക്കെ നമുക്ക് ഈ ഒരു സുന്നത്തും ജമാഅത്തും രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരേ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് രണ്ടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുറുകെ പിടിക്കാൻ പ്രത്യേകം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ ഒന്നിനെ മറ്റൊന്നിനെ മുറുകെ പിടിക്കുന്ന കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ ഒന്നിനെ മുറുകെ പിടിച്ച് മറ്റൊന്നിനെ വിട്ടുകളയുന്ന ആളുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് രണ്ടിനെയും പ്രത്യേകം എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മൊത്തത്തിൽ ലോകത്ത് മൊത്തത്തിൽ ഇന്നത്തെ വർത്തമാന കാലത്തുള്ള മുസ്ലിമീങ്ങളെ നോക്കുക. ഈ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരാൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാതെ എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കോമൺ ക്വാളിറ്റിയാണ്. അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആനിന്റെ ഉമ്മത്താണ്, ഞങ്ങൾ ഖുർആനിന്റെ ഉമ്മത്താണ്, ഖുർആനിനെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഖുർആന്റെ വിധിവിലക്കുകളാണ് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്നെല്ലാ വിഭാഗക്കാരും അവകാശപ്പെടുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കി, ഖുർആൻ എന്നുള്ളത് ഒരേ ഒരു ഖുർആനല്ലേ? ആരുടെയെങ്കിലും ഖുർആൻ മറ്റൊരു തരത്തിലുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരുടെ ഖുർആനും ഒരേ ഒരു ഖുർആനാണ്, ഖുർആനേ ഉള്ളൂ.
അതേത് നാട്ടുകാരനാണെങ്കിലും ഭാഷക്കാരനാണെങ്കിലും ഖുർആൻ എന്നത് ഒരേ ഒരു ഖുർആൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരേ ഒരു ഖുർആൻ പിൻപറ്റുന്ന സമൂഹം അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി തീർന്നത്? വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത രീതികൾ, രൂപങ്ങൾ, ഇബാദത്തുകൾ, വിശ്വാസങ്ങൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലും രൂപങ്ങളിലും ആയിത്തീർന്നത് എന്തുകൊണ്ടാണ്? അതാണ് വിഷയം. ഖുർആൻ എന്നുള്ളത് ഒന്നൊരു കാര്യമായിരിക്കെ എങ്ങനെയാണ് അതിനെ പിൻപറ്റിയ ആളുകൾ വ്യത്യസ്ത രൂപത്തിലാവുക? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വ്യത്യസ്ത കാര്യങ്ങൾ പിൻപറ്റുന്ന ആളുകൾ വ്യത്യസ്ത രൂപത്തിലാകുന്നത് സ്വാഭാവികം. അത് നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. പക്ഷേ ഖുർആൻ ഒരേ ഒരു കാര്യമാണ്, രണ്ടില്ല മൂന്നില്ല. ആ ഒരേ ഒരു കാര്യമായ ഖുർആൻ അതിന് പിൻപറ്റുന്ന ആളുകൾ എന്തുകൊണ്ടാണ് വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത തരത്തിൽ, വ്യത്യസ്ത ആശയങ്ങൾ, ആദർശങ്ങൾ, നിലപാടുകൾ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ ജമാഅത്തിന്റെയും പ്രത്യേകത. അവിടെയാണ് ഈ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം സമൂഹം, സമുദായം എന്ന് വെച്ചാൽ ഖുർആനിനെ പിൻപറ്റുന്ന ആളുകൾ, ഖുർആനാണ് ഞങ്ങളുടെ കിതാബ്, ഖുർആനിനെ അനുസരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ആ ഒരേ ഒരു കിതാബിനെ പിൻപറ്റുന്ന ആളുകൾ 73 വിഭാഗങ്ങളായി തീരും. 73നും ഡിഫറന്റ് വിശ്വാസങ്ങളാണ്, ആദർശങ്ങളാണ്, നിലപാടുകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എന്നുവെച്ചാൽ ഈ 73നും ഖുർആനെ പിൻപറ്റിയവരല്ല. ഈ 73നും ഖുർആനെ പിൻപറ്റിയ ഒരാളെങ്ങനെ നരകത്തിൽ പോവാ? ഖുർആനിൻ്റെതാണെങ്കിൽ അവരൊരിക്കലും നരകത്തിൽ പോവില്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് നമ്മൾക്ക് ഹിദായത്തായിക്കൊണ്ടാണ്. ആ കയറിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക് എത്തും. നമ്മൾ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ, സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ ഉദ്ദേശം ഇവരൊന്നും ഖുർആനിനെ മുറുകെ പിടിച്ചവരല്ല. ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ, ഒരേ ഒരു വിഭാഗം ഒഴികെ. അവരാണ് ഖുർആനിന്റെ ആളുകൾ. സഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂലേ, ആരാണവർ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി അതാണ് സുന്നത്തും ജമാഅത്തും. എന്താ മറുപടി പറഞ്ഞത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഇന്നേ ദിവസം പറയുന്ന ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ഞാനും എൻ്റെ സ്വഹാബത്തും, ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ, ആദർശത്തിലാണോ, ഏത് നിലപാടുകളിലും. അപ്പോൾ ഞാൻ ഏത് ആദർശത്തിലാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബത്ത് മറ്റൊരു ആദർശത്തിലാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദർശത്തിലാണോ, അതേ ആദർശത്തിൽ തന്നെയാണ് സ്വഹാബത്ത്. അവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് ഇത് ഓരോന്നും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തരികയാണ്. എന്താണ് ഖുർആനിന്റെ ആദർശം, ഖുർആനിന്റെ രീതി എന്താണ്, ഖുർആൻ നിലപാടുകൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം സുന്നത്ത് നമുക്ക് ക്ലാരിറ്റി തരും. ആണ് ഞാൻ ഏത് മാർഗത്തിലാണ്, മാ അന അലൈഹി, ഞാൻ ഏത് മാർഗത്തിലാണ്. കുറച്ചുകൂടി ക്ലാരിറ്റി തരുന്ന വിഷയമാണ് അസ്ഹാബി, എൻ്റെ സ്വഹാബത്ത് ഏതൊരു മാർഗത്തിലാണ്. അപ്പൊ ഞാൻ ഏത് മാർഗത്തിലാണ്, ഞാൻ ഏത് ആദർശത്തിലാണ്, അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അസ്ഹാബി, എൻ്റെ സഹാബത്ത് ഏതൊരു ചര്യയിലാണോ, ഏതൊരു മാർഗത്തിലാണോ, അതിനാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ, കൂടുതൽ വ്യക്തത കിട്ടാൻ, ചില വിഷയങ്ങളിൽ
സുന്നത്ത് വരാത്ത കാര്യങ്ങളിൽ ജമാഅത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ സ്വഹാബത്തിന്റെ നിലപാടുകൾ വ്യക്തമായിരിക്കും. ചില വിഷയങ്ങൾ സ്വഹാബത്തിന്റെ നിലപാടുകൾ അത് ശരിക്ക് കിട്ടാത്ത ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാടുകൾ വ്യക്തമായിരിക്കും. ഒന്നൊന്നിനെ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, ഒന്നിനോട് എതിരാകുന്ന കാര്യങ്ങളുമല്ല. പരസ്പരം കംപ്ലീറ്റ് ചെയ്യുന്ന, കൂടുതൽ നമുക്ക് ക്ലാരിറ്റി തരുന്ന രണ്ട് കാര്യങ്ങൾ. എന്തിന് ക്ലാരിറ്റി തരികയാണ്? ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്ന മീനിങ് എന്താണ്? ഖുർആൻ നമ്മളോട് ആകാൻ ആവശ്യപ്പെടുന്നത് ഏത് രൂപത്തിലുള്ള മുസ്ലിം ആകാനാണ്? ഖുർആൻ നമ്മളോട് വിശ്വസിക്കാൻ കൽപ്പിക്കുന്നത് ഏത് വിശ്വാസമാണ് എന്നത് നമുക്ക് ക്ലാരിറ്റി കൃത്യമായി വ്യക്തമാക്കി തരാം, ഒരു സംശയമില്ലാത്ത രൂപത്തിൽ. അപ്പൊ നമുക്ക് ഖുർആന്റെ ഒരു വിഷയം, ഒരു കണ്ടന്റ് കിട്ടിയാൽ, അതിൽ നമുക്ക് ഏകദേശം ഒരു മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമ്മൾ ആ ആയത്ത് വായിച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അത് ക്ലിയർ ആണോ, കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ സുന്നത്തിലേക്ക് കൊണ്ടുവരാം. ആ ആയത്തിന് സുന്നത്തിനോട് അത് എതിരാകുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ജമാഅത്തിലേക്ക്, സ്വഹാബത്തിന്റെ നിലപാടിലേക്ക് കൊണ്ടുവരാം. അതിലും അത് എതിരാകുന്നില്ല നമ്മൾ മനസ്സിലാക്കിയ മീനിങ് എങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയ മീനിങ് കറക്റ്റാണ്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഖുർആനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയവരാകുന്നുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ഖുർആന് ശരിയായ രൂപത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടിക്കലാക്കിയവരാകുന്നുള്ളൂ. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സുന്നത്തും ജമാഅത്തും എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹാബത്തിന്റെ നിലപാടുകളും ആരാണോ പരിശോധിക്കുകയും പരിഗണിക്കുകയും ഖുർആനിന്റെ ആയത്തുകളെ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രാക്ടിക്കലാക്കുന്നത്, അവൻ മാത്രമാണ് എന്റെ അനുയായി. അവനെ ഖുർആനെ പിൻപറ്റിയിട്ടുള്ളൂ. ബാക്കി ആരും ഖുർആനെ പിൻപറ്റിയവരല്ല. അവൻ ഖുർആനിന്റെ അർത്ഥം, അത് പ്രത്യക്ഷത്തിൽ കാണുന്ന അർത്ഥം, അത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചാലും അമലാക്കിയാലും അവനൊരിക്കലും ഖുർആനിന്റെ അനുയായി ആവൂല. ഒരിക്കലും ഖുർആന്റെ അനുയാവൂല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ മനസ്സിലാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറയാം. ഇപ്പോ ഏറ്റവും ബിദ്അത്തിന്റെ ആളുകൾ വെച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകാർക്ക് എതിരിൽ നിൽക്കുന്ന, അവരുടെ ഓപ്പോസിറ്റ്. ബിദ്അത്തുകാർ ഒരു സൈഡും നരകത്തിലേക്ക് പോകുന്ന ആളുകളും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ, രണ്ട് വിഭാഗം. ഈ അഹ്ലുസുന്നത്തിൽ ഫസ്റ്റത്തെ ഒരു വിഭാഗം ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് രൂപപ്പെടുന്നത് അത് ഖവാരിജുകളാണ്. ഫസ്റ്റത്തെ ബിദ്അത്തിന്റെ കക്ഷികൾ ഖവാരിജുകളാണ്. ഈ ഖവാരിജുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് നിങ്ങൾക്കറിയോ? അവർ വെറുതെ ദുനിയാവിന്റെ ലാഭങ്ങൾ ആഗ്രഹിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സമൂഹം, ഒരു എന്താ പറയാ, ഒരു കൂട്ടം രൂപപ്പെട്ടു വന്നതൊന്നുമല്ല. സമ്പത്ത് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അധികാരം ആഗ്രഹിച്ചിട്ടോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചിട്ടോ ഉണ്ടായിത്തീർന്നതല്ല. അവർക്ക് പറ്റിയ അബദ്ധമാണെന്ത്? അവർ ഖുർആനിന്റെ ആയത്തിനെ സുന്നത്തിലേക്കും ജമാഅത്തിലേക്കും മടക്കിയിട്ടില്ല. ആയത്ത് എന്താണോ അതിൽ നിന്ന് അവർക്ക് എന്താണോ മനസ്സിലായത്, അവരെന്താണോ അതിൽ നിന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? വിധി പറഞ്ഞു. മൊത്തത്തിൽ ബാക്കി എല്ലാത്തിനെയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യണം? കണക്കാക്കുക. ഏതാണ് ആയത്ത്? അള്ളാഹ് പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ. വിധി പറയാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്. വിധി പറയാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണെന്നുള്ള ആയത്ത്, അതൊരു ആയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് അവർ നേർക്ക് നേരെ അതിന് പ്രത്യക്ഷത്തിൽ എന്താണോ അർത്ഥം അതിനങ്ങനെ തന്നെ എടുത്തു, സ്ട്രൈറ്റ് ഫോർവേഡ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിന് യോജിക്കാത്ത നിലപാടുകളായിട്ട് അവർക്ക് തോന്നിയ എല്ലാവരെയും അവർ ഖുർആനികളെല്ലാം അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വിധി പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്ന് ഖുർആനിൽ അറിയിച്ചെന്ന ആളുകളെ പോലും ഈ ഖവാരിജുകൾ കാഫറാണെന്ന് പ്രഖ്യാപിച്ചു. അള്ളാഹു ഖുർആൻ തൃപ്തിപ്പെട്ടു എന്ന് പഠിപ്പിച്ചെന്ന ആളുകളെ പോലും ഇവരെന്ത് ചെയ്തു? കാഫറുകളാണെന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാൻ പറയാൻ ചുരുക്കത്രേ ഉള്ളൂ.
ഈ ഖവാരിജുകൾ എങ്ങനെ അവർ എന്താ പറയാ ഖുർആനിന്റെ അനുയായികളല്ലാതായി? അതിന്റെ കാരണം എന്താ? അവർ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിലാക്കുമ്പോൾ സുന്നത്തിനെയും ജമാഅത്തിനെയും പരിഗണിച്ചില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഖവാരിജുകളെ മാത്രം പ്രത്യേകതയല്ല. ഇന്ന് ദുനിയാവിലുള്ള എല്ലാ ബിദ്അത്തുകാരും അവർ ബിദ്അത്തിലേക്ക് എത്തിയത് ഇങ്ങനെയാണ്. എല്ലാ ബിദ്അത്തുകാരും, ഒരാളെ നമുക്ക് പറയാൻ കഴിയില്ല, എക്സ്റ്റേണൽ കേസ് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ ബിദ്അത്തുകാരും ഈ ബിദ്അത്തിലേക്ക് എത്തിയത് ഒന്നുകിൽ അവഗണിച്ചു, അല്ലെങ്കിൽ ജമാഅത്തിനെ അവഗണിച്ചു. എല്ലാ ബിദ്അത്തുകാർ, അതിപ്പോ ഷിയാക്കള്, റാഫിദികളായിക്കോട്ടെ, ഇഖ്വാനികളായിക്കോട്ടെ, സൂഫികളായിക്കോട്ടെ, എല്ലാം നമുക്ക് ഓരോന്ന് എടുത്ത് പറഞ്ഞാലും അവരിൽ എല്ലാത്തിലും നമുക്ക് ഈ ഒരു കാര്യം എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. അപ്പോ അവരൊക്കെയും പഴച്ചു പോയത്, അവരൊക്കെയും ബിദ്അത്തിന്റെ ആളുകളായി തീർന്നത്, അവരൊക്കെയും നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായി തീർന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഖുർആൻ മനസ്സിലാക്കുന്നതിൽ, ഖുർആൻ പ്രാക്ടിക്കലാക്കുന്നതിൽ അവർ സുന്നത്തിനെയും ജമാഅത്തിനെയും പരിഗണിച്ചില്ല. തിരിച്ചു പറഞ്ഞാൽ, നമ്മൾക്ക് നരകത്തിൽ പെടാതിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാൻ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്ന, ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി, വേറൊരു വഴിയില്ല, നമ്മുടെ മുന്നിലുള്ള ആകെയുള്ള വഴി ഖുർആനിന്റെ ആയത്തുകൾ അത് മനസ്സിലാക്കുമ്പോഴാണെങ്കിലും പ്രാക്ടിക്കലായി പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും സുന്നത്തും ജമാഅത്തും പരിഗണിച്ച് മാത്രം മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇതല്ലാതെ നമ്മൾക്ക് നരകത്തിൽ പെടാതെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരു വഴി നമ്മുടെ മുന്നിലില്ല. ഒരു വഴിയില്ല, ആകുള്ള വഴിയാണ്, ഒരേ ഒരു വഴിയാണ്. ഈ വഴിയെ പറ്റിയാണ് അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീം എന്ന് പഠിപ്പിച്ചത് ഈ വഴിയെ പറ്റി. സിറാത്ത് എന്ന് വെച്ചാൽ ഒരു വഴിയുള്ളൂ, അത് രണ്ടില്ല, മൂന്നില്ല, നാലില്ല, ഒരേ ഒരു വഴിയുള്ളൂ. ആ വഴി ഈ വഴിയാണ്. ഖുർആനിനെ അപ്ലൈ ചെയ്യുമ്പോൾ സുന്നത്തും ജമാഅത്തും പരിഗണിച്ചവരുടെ വഴി, അതാണ് സിറാത്തുൽ മുസ്തഖീം. അതല്ലാത്ത സുന്നത്തിനെയോ ജമാഅത്തിനെയോ അല്ലെങ്കിൽ അത് രണ്ടിനെയുമോ അവഗണിക്കുന്ന, അത് പരിഗണിക്കാതിരിക്കുന്ന ആളുകൾ, അവർ ഖുർആൻ എത്ര ഖത്തം തീർത്താലും, ഒരു അക്ഷരം പോലും തെറ്റാതെ പാരായണം ചെയ്താലും, ആദ്യം മുതൽ അവസാനം വരെ കാണാതെ പഠിച്ചാലും, അവർ അതിൻ്റെ വിധിവിലക്കുകൾ അവർക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ 100% പ്രാക്ടിക്കലാക്കിയാലും അവർ ഒരിക്കലും ഖുർആനിന്റെ ആളുകളാവൂല. ഖുർആനിന്റെ ആളുകൾ എന്ന് വെച്ചാൽ, ഖുർആൻ ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ആ ഒരു വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു നിലപാടുകളിലേക്ക്, ആ ഒരു ആദർശത്തിലേക്ക് നമുക്ക് ഖുർആനിലൂടെ എത്താൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ഖുർആനിന്റെ ആള്. ചുരുക്കി പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നിലപാടുകൾ, അതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിട്ടേച്ചു പോയ നിലപാടുകൾ, ഈ നിലപാടുകൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ്, അതിനെ പരിഗണിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയും. അപ്പൊ ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമില്ല, നരകത്തിൽ പോയിട്ട് സ്വർഗത്തിൽ പോകണം നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ആർക്കും ആഗ്രഹമുള്ള കാര്യമല്ല. നമ്മളൊക്കെയും ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് നരകത്തിൽ ഒരു സെക്കൻഡ് പോകാതെ സ്വർഗത്തിലേക്ക് എത്താനാണ്. അപ്പൊ അങ്ങനെ ഉദ്ദേശിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും നിർബന്ധമാണ് ഈ ഒരു ആദർശത്തിലേക്ക്, ഈ ഒരു വഴിയിൽ പ്രവേശിക്കാന്നുള്ളത്. പലരും പറയാറുണ്ട്, മുസ്ലിം ആയ പോരെ. മുസ്ലിം ആയാൽ തന്നെ പലരും വിചാരിക്കുന്ന, മുസ്ലിം ആയാൽ പിന്നെ സേഫാണ്, പിന്നെ ഒന്നും പേടിക്കാനില്ല. അവന്റെ വിശ്വാസം സൂഫി വിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിദ്അത്തിന്റെ ആദർശങ്ങൾ അവനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ
മറ്റേതെങ്കിലും തെറ്റായ ബിദഅത്തിന്റെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവൻ വിചാരിക്കുന്നത് എന്താ, ഞാൻ ഒരിക്കലും നരകത്തിൽ പോവില്ല എന്ന്. അങ്ങനെ നരകത്തിൽ പോവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആശ്വസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നരകത്തിലാണെന്നാണ്. എല്ലാ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട എല്ലാവരും നരകത്തിലാണെന്ന് വെച്ചാൽ കാലാകാലം ശാശ്വതരായ നരകത്തിലാണെന്നല്ല, മറിച്ച് അവരൊക്കെയും നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ്. നരകത്തിൽ പ്രവേശിക്കാൻ മാത്രം ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിട്ടേച്ചു പോയ ആ ആദർശമല്ലാത്ത മറ്റൊരു ആദർശം സ്വീകരിച്ചു, മറ്റൊരു നിലപാടുകൾ സ്വീകരിച്ചു. അപ്പൊ നമുക്ക് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നമ്മളും അതിൽ പെടണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അവരെ പോലെ ആവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിട്ടേച്ചു പോയില്ലേ? ആ വിട്ടേച്ചു പോയ സമയത്ത് അവരുടെ വിശ്വാസം, ഇബാദത്തുകൾ, സ്വഭാവ മര്യാദകൾ, ജീവിതത്തിന്റെ ഓരോ മേഖലകളും അതേപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും പിൻപറ്റുക. ആണ് അല്ലാഹു സൂറത്ത് തൗബയിൽ 100-ാമത്തെ ആയത്തിൽ പറയുന്നത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. ശ്രദ്ധിക്കേണ്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിന്റെ തൃപ്തികൾ ദുനിയാവിൽ രണ്ടാളുകളെ ഉള്ളൂ. ശ്രദ്ധിക്കണം, അള്ളാഹു പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട വിഭാഗക്കാർ ആകെ രണ്ട് വിഭാഗക്കാരേ ഉള്ളൂ. ഒന്നാമത്തത് മുഹാജിറുകളും അൻസാറുകളും എന്ന് വെച്ചാൽ സ്വഹാബത്ത്. രണ്ടാമത്തത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകൾ. അപ്പൊ നമ്മളെ അള്ളാഹു തൃപ്തിപ്പെടണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു തൃപ്തിപ്പെട്ട സ്വഹാബത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റണം. സ്വഹാബത്ത് ഏത് ആദർശം സ്വീകരിച്ചത് കൊണ്ടാണോ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടത്, അതേ ആദർശം നമ്മൾ സ്വീകരിക്കണം. സ്വഹാബത്ത് ഏത് വിശ്വാസത്തിൽ മരണപ്പെട്ടത് കൊണ്ടാണോ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടത്, അതേ വിശ്വാസം നമ്മൾ വിശ്വസിക്കണം. സ്വഹാബത്ത് ഏതൊക്കെ നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണോ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടത്, അതേ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. ഇതാണ് അതിന്റെ ചുരുക്കം. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ത്? ആദ്യ പടിയാണ് അവരുടെ വിശ്വാസം എന്താണെന്ന് പഠിക്കുക. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കാനുള്ള ആദ്യത്തെ പടിയാണ് അവരുടെ വിശ്വാസം എന്താണ് എന്ന് പഠിക്കൽ. കാരണം ദീനുൽ ഇസ്ലാമിൽ ഇബാദത്തുകളെക്കാളും സ്വഭാവ മര്യാദകളെക്കാളും മറ്റെന്തൊരു വിഷയത്തെക്കാളും ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വിശ്വാസത്തിനാണ്. ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വിശ്വാസത്തിനാണ്. വിശ്വാസ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഈ ദീനിൽ മറ്റെന്തൊന്നിനും സ്ഥാനമുള്ളൂ. വിശ്വാസ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഈ ദീനിൽ മറ്റെന്തൊന്നിനും അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഹദീസുകളാണെങ്കിലും ആയത്തുകളാണെങ്കിലും മറ്റൊരുപാട് വിഷയങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ച കാര്യങ്ങൾ. അത് മാത്രം ഞാൻ ഇവിടെ നമ്മുടെ വിഷയ ബന്ധപ്പെട്ട ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ സ്വയം വിലയിരുത്തുക. രണ്ട് സന്ദർഭങ്ങൾ, രണ്ട് സിറ്റുവേഷൻസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സിറ്റുവേഷൻസിലും സ്വീകരിച്ച നിലപാടുകൾ എത്രത്തോളം വ്യത്യാസമുണ്ട്, എത്രത്തോളം അത് തമ്മിൽ അന്തരമുണ്ട്, നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സിൽ ആ പിക്ചർ നമ്മൾ കൊണ്ടുവരണം. ഒന്നാമത്തെ സിറ്റുവേഷൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അടുക്കലേക്ക് എന്ത് ചെയ്യാണ്, സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, വിവാഹിതയായ ഒരു സ്ത്രീ, അവർ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് അവർ ഗർഭം ധരിച്ച് അവർക്കതിൽ മനപ്രയാസമുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അതിനുള്ള ശിക്ഷ വാങ്ങിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന രംഗം. സ്വഹാബത്തിൽപ്പെട്ട വ്യഭിചാരിണിയായ സ്ത്രീ,
ആ വ്യഭിചാരത്തിൽ നിന്ന് അവൾക്ക് കുട്ടിയുമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് സ്വീകരിച്ച നിലപാട് എന്താ? അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം, പ്രസവിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറയാം. അവളെ ഒരിക്കലും ജയിലിൽ അടയ്ക്കുന്നില്ല. അവൾ തിരിച്ചു വരുന്നുണ്ടോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നുണ്ടോ നോക്കാൻ കൂടെ ആരെങ്കിലും പറഞ്ഞയക്കുന്നില്ല. അവളെ അവളുടെ ഇഷ്ടത്തിന് തന്നെ സ്വയം വീട്ടിലേക്ക് പറഞ്ഞയക്കാം. അങ്ങനെ അവൾ പ്രസവിച്ച കുട്ടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക. പ്രസവിച്ച് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സമയമായപ്പോൾ ആ പാല് മാത്രം കുടിക്കുന്ന ആ ചോരക്കുഞ്ഞുമായിട്ട് ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരിക. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ എത്തുന്നത് വരെ നീ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് പാല് കൊടുക്കുകയും വളർത്തുകയും ചെയ്യണം. നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാം. ആ സ്ത്രീ വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് പിന്നീട് ഈ സ്ത്രീ മൂന്നാമത്തെ തവണ വരുമ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ട്, ഹുബ്സിന്റെ ഒരു കഷ്ണമുണ്ട്. എന്നുവെച്ചാൽ അവൾ തെളിയിച്ചു കൊടുക്കുകയാണ്, ഈ കുട്ടിക്ക് റൊട്ടി കഴിക്കാൻ സാധിക്കും, എന്റെ പാലിനെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ കുട്ടിക്കില്ല, അത്യാവശ്യം വളർന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ തെളിവ് ഹാജരാക്കുക. എന്നിട്ട് ആ ശിക്ഷ, വിവാഹിതയായ സ്ത്രീ വ്യഭിചരിച്ചാൽ ദീനുൽ ഇസ്ലാമിലെ ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത്, ഈ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു വാങ്ങിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കുകയും അങ്ങനെ സ്വഹാബത്ത് പലരും കല്ലെറിഞ്ഞ് കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്വഹാബിയുടെ നേർക്ക് എന്ത് ചെയ്യണം? ഈ സ്ത്രീയുടെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മേലേക്ക് തെറിക്കുക. അപ്പോ ഇദ്ദേഹം ആ രക്തം തെറിച്ചതിന്റെ അറപ്പ് കാരണത്താൽ ഒരു വൃത്തികെട്ട വാക്ക് ഈ സ്ത്രീക്കെതിരെ ഉപയോഗിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ വിലക്കണം, അങ്ങനെ ഒരിക്കലും പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. തീർച്ചയായും അവൾ ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ മദീനക്കാർക്ക് മുഴുവൻ വീതിച്ചു കൊടുത്താൽ പോലും അത് മദീനക്കാർക്ക് എല്ലാവർക്കും മതിയാകുമായിരുന്നു. അത്രയും വലിയൊരു തൗബ അവൾ ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കാം, ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമ സമൂഹമായ സ്വഹാബത്ത്, ഏറ്റവും മികച്ച ആളുകൾ, ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞു, മനുഷ്യ വിഭാഗത്തിൽ തന്നെ ഏറ്റവും ഉത്തമരായിട്ടുള്ള വിഭാഗം എന്റെ തലമുറ, ഈ സ്വഹാബത്തിന്റെ തലമുറ. എല്ലാ കാര്യങ്ങളും, വിശ്വാസങ്ങൾ, ഇബാദത്ത് എല്ലാം കൊണ്ടും ആ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ രണ്ടാമത്തെ സിറ്റുവേഷൻ, അവരോട് പറയുന്നത് എന്താ? ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ ഇബാദത്തുകൾ കണ്ടാൽ, അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തോട് ലജ്ജ തോന്നിപ്പോകും. ഏറ്റവും മികച്ച ഇബാദത്തുകളുള്ള സ്വഹാബത്തിനോട് പറയാം, സ്വഹാബത്തെ അവരുടെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തോട് ലജ്ജ തോന്നിപ്പോകും. അത്രയും നിസ്കാരവും ഇബാദത്തും കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അങ്ങനെ കുറെ വിശേഷങ്ങൾ അവരെ പറ്റി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? ഇത്രയധികം ഇബാദത്തുള്ള ആളുകളെ പറ്റി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നേരിട്ട് ഞാൻ അവരെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യ സമൂഹത്തെയും സമൂദ് ഗോത്രത്തെയും എങ്ങനെ നശിപ്പിച്ചു കളഞ്ഞുവോ, തുടച്ചു നീക്കി കളഞ്ഞുവോ, അതുപോലെ ഞാൻ അവരെന്ത് ചെയ്യും? മുഴുവൻ കൊന്നുകളയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ട് വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു വ്യഭിചരിച്ച സ്ത്രീയാണ്. ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റഹ്മത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത്, റഹ്മത്തിന്റെ അങ്ങേയറ്റം. അവർക്ക് ആ ശിക്ഷ ലഭിക്കാതിരിക്കാൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം, പക്ഷെ അവൾ പിന്നെയും ആ ശിക്ഷ ചോദിച്ചു വാങ്ങുക. അവൾ മരണപ്പെട്ടപ്പോഴും അവൾക്കെതിരെ ഉണ്ടാകുന്ന മോശം വിചാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതാക്കാൻ അവൾക്ക് വേണ്ടി സംസാരിക്കാം, ഒരു വ്യഭിചാരിണിയായ പെണ്ണിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പുറത്തോ അങ്ങേയറ്റം ഇബാദത്തുകൾ ചെയ്ത് ശരീരം ക്ഷീണിച്ച, ശരീരത്തിലെ മാംസങ്ങൾ എല്ലിനോട് ചേർന്ന് ഒട്ടിയ, ഇബാദത്തിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ പ്രകടമായി നിൽക്കുന്ന, സ്വഹാബത്ത് പോലും നാണിച്ചു പോകുന്ന അത്ര ഇബാദത്തുകൾ ചെയ്ത വിഭാഗത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ?
ഞാനെങ്ങനെ അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു ആദ്യ സമൂഹത്തെ കൊന്നുകളഞ്ഞതുപോലെ, നശിപ്പിച്ചു കളഞ്ഞതുപോലെ ഞാൻ അവരെ തുടച്ചു നിൽക്കുന്നവർ. എന്താണ് ഈ വ്യത്യാസം? എന്താ അതിനുള്ള കാരണം? എന്താണെന്നറിയോ? ആദ്യത്തെ വിഭജിച്ച സ്ത്രീ അവൾ ശരിയായ വിശ്വാസമുള്ള സ്ത്രീയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമുള്ള സ്ത്രീയാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗക്കാർ, ഇബാദത്തുകൾ കൊണ്ട് മുഴുകിയ ആളുകൾ, അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആളുകളല്ല. ഈ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഈ ഒരേ ഒരു വ്യത്യാസം ശ്രദ്ധിക്കണം. ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അല്ലേ? അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത്, ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അഹ്. വളരെ ശ്രദ്ധിക്കണം, മനസ്സിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. അഹ്ലുസുന്നത്തിൽപ്പെട്ട ഫാസിഖീങ്ങൾ, തെമ്മാടികൾ, വ്യഭിചരിക്കുന്ന, മദ്യപിക്കുന്ന, പലിശ വാങ്ങുന്ന, അങ്ങനെയുള്ള വൻപാപങ്ങൾ ചെയ്യുന്ന തെമ്മാടികളാണ് അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആബിദീങ്ങളെക്കാൾ മികച്ച ആളുകൾ റബ്ബിന്റെ അടുക്കൽ. റബ്ബിന്റെ അടുക്കൽ മികച്ച ആളുകൾ ഇവരെക്കാൾ. ഒരാൾ ശരി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലുള്ള ഒരാൾ, അയാൾ വൻപാപങ്ങൾ ചെയ്യുന്നുണ്ട്, വൃത്തികേടുകൾ ചെയ്യുന്നുണ്ട്, വിചരിക്കുകയോ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അയാളാണ് റബ്ബിന്റെ അടുക്കൽ അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട, ബിദ്അത്തുകാരിൽപ്പെട്ട, തെറ്റാസങ്ങളുള്ള, ആദർശങ്ങളുള്ള, എന്നാൽ അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്ന ഒരാളെക്കാൾ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഇയാളെ, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഫാസിഖിനെയാണ്. വിഷയം ചില്ലറ വിഷയമല്ല, വളരെ ഗൗരവമുള്ള വിഷയം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്, അഹ്ലുസുന്നത്തി ഇൻ ഖഅദത് ബിഹിം അഅമാലുഹും ഖാമത് ബിഹിം അഖായിദുഹും. അഹ്ലുസുന്നത്ത് അവരുടെ പ്രവർത്തനങ്ങൾ അവരെ ചെറിയ ദർജകളിലേക്ക് എത്തിക്കുള്ളൂവെങ്കിലും, ചില പ്രവർത്തനം കൊണ്ട് ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരുപാട് ഇബാദത്തുകളും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ പോലും ഖാമത് ബിഹിം അഖായിദുഹും, അവരുടെ വിശ്വാസം അവരെ വലിയ ദർജകളിലേക്ക് എത്തിക്കും. വാഹുലുൽ ബിദ്അഇ ഇൻ ഖാമത് ബിഹിം അഅമാലുഹും ഖഅദത് ബിഹിം അഖായിദുഹും. എന്നാൽ അഹ്ലുൽ ബിദ്അ നേരെ തിരിച്ച, അവരുടെ പ്രവർത്തനങ്ങളും ഇബാദത്തുകളും കഷ്ടപ്പെടലുകളും ബുദ്ധിമുട്ടലുകളൊക്കെ അവരെ വലിയ ദർജയിലേക്ക് എത്തിക്കുമായിരുന്നിട്ട് പോലും അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ അവരെ ദർജകൾ താഴ്ത്തുകയാണ് റബ്ബിന്റെ അടുക്കൽ, സ്വർഗത്തിൽ. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയതിന് തുല്യം. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട, വേറൊന്നില്ല ഈ ദുനിയാവിൽ. നമ്മൾ ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ പാതയിലാണ് നമ്മൾ. നമ്മൾ ഒരിക്കലും നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം നമുക്ക് എന്താ വേണ്ടത്? ഇതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റാർക്ക് കിട്ടിയിട്ടുള്ളത്? അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കണം. ഈ സംസാരിക്കുന്ന ഞാനാണെങ്കിലും ഇത് കേൾക്കുന്ന നിങ്ങളാണെങ്കിലും, നമ്മൾക്ക് ഈ ഒരു അനുഗ്രഹം, ഇത് ഇത്രയും വലിയ അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ ദുനിയാവിൽ എത്ര ആൾക്കാരുണ്ട്, എത്ര നമ്മൾക്ക് കിട്ടിയ ഈ അനുഗ്രഹം കിട്ടാത്ത എത്ര ആളുകൾ നമുക്ക് ചുറ്റും. നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട, നാട്ടുകാരിൽപ്പെട്ട എത്ര ആളുകളുണ്ട്. അവർക്കൊന്നും ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ല. അവർക്കൊന്നും കിട്ടാത്ത ഈ അനുഗ്രഹം നമ്മൾക്ക് എന്തുകൊണ്ടാണ് കിട്ടിയത്? അത് റബ്ബിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. റബ്ബിന്റെ ഔദാര്യവും റഹ്മത്തും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ വില തിരിച്ചറിയണം, ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പ്രാധാന്യം ശുക്ർ ചെയ്യാൻ എങ്ങനെയാണ്, ഈ അനുഗ്രഹം നന്ദി കാണിക്കുക എങ്ങനെയാ? ഒന്നാമത് നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇരുന്ന് പഠിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ് എന്നതിൽ നമുക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വിശ്വാസം സ്ട്രോങ് ആയിരിക്കണം. അഖീദ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ അത് കെട്ട് ഉറപ്പിച്ച, അഖദ എന്ന് പറഞ്ഞാൽ കെട്ടിയിടുകയാണ്.
മനസ്സിലത് സ്ട്രോങ് ആക്കി മാറ്റാം. നമ്മുടെ ഈ വിശ്വാസം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾക്ക് ആകുന്ന രൂപത്തിൽ, നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെയും, അത് സംസാരങ്ങളായിട്ടോ എഴുത്തുകളായിട്ടോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങളായിട്ടോ എന്ത് രൂപത്തിലാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ എഫേർട്ടിന്റെ മാക്സിമം നമ്മൾ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ പരമാവധി നമ്മുടെ ഏറ്റവും മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, എഫേർട്ട് ഈ വിഷയത്തിൽ എടുക്കണം. ഊണും ഉറക്കവും ഇല്ലാതെ, രാവും പകലും ഇല്ലാതെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ഈ വിഷയത്തിൽ മെനക്കെടുത്തണം. പിന്നെ അവസാനത്തെ കാര്യം, നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ഈ പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പഠനം ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിച്ച് നമ്മുടെ വിശ്വാസം ആക്കി മാറ്റി നമ്മൾക്ക് മരണം വരെയും ഈ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് റബ്ബിന്റെ ഔദാര്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമുക്ക് ചുറ്റും നമ്മളെ വഴിപഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും എവിടേക്ക് തിരിഞ്ഞാലും ഫിത്നകളാണ്. എങ്ങോട്ട് തിരിഞ്ഞാൽ, അത് ആണിനെന്നോ പെണ്ണിനെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അല്ലെ, ചെറിയ കുട്ടികളാണെങ്കിൽ ടോയ്സുകൾ, ചെറിയ കാർട്ടൂണുകൾ, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഗെയിമുകൾ, സിനിമകൾ, ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കാം ഓരോന്നിലും. അങ്ങനെയുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് റബ്ബിന്റെ സഹായം ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ഈ വിശ്വാസമായ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും. പക്ഷെ റബ്ബ് നമ്മളെ സഹായിച്ചല്ലേ, നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ് മയ്യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ്. അള്ളാഹ് ഒരാൾക്ക് ഹിദായത്ത് നൽകിയാൽ അവന് വഴി പഠിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്നാൽ വമൻ യുദ്ലിൽ ഫലാ ഹാദിയ, അള്ളാഹ് ഒരാൾക്ക് വഴി പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ഹിദായത്തിലാക്കാൻ ഒരാൾക്ക് സാധിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ഏറ്റവും അധികം പേടി വേണ്ടത് ഈ കാര്യം. എനിക്ക് കിട്ടിയ ഹിദായത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, ഈ ആദർശവുമായി തന്നെ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും. നമുക്ക് എന്തുറപ്പാണുള്ളത്? നമുക്ക് ആരെ ഗ്യാരണ്ടി തന്നിട്ടുള്ളത്? വലിയ വലിയ ഇമാമിയങ്ങൾ പോലും ഈ അഹ്ലുസുന്നത്തിന്റെ ആദർശം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിയ വലിയ പണ്ഡിതന്മാർ പോലും ഈ ഒരു വിഷയത്തെ പറ്റി ആലോചിച്ച് എപ്പോഴും പേടിച്ച് കരയാറുണ്ട്. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുഫിയാൻ സൗരി റഹിമഹുല്ല. അദ്ദേഹം അറഫയിൽ ഹാജിമാരുടെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ശിഷ്യം പറയാണ്, അന്നൊരു 1,00,000 ആളുകൾ ആ അറഫയിൽ ഉണ്ടെങ്കിൽ ആ 1,00,000 പേരിൽ ഏറ്റവും അധികം പേടിച്ച് കരയുന്നത് സുഫിയാൻ സൗരി റഹിമഹുല്ലയായിരുന്നു. ആ ഹാജിമാര് മോഷ്ടാക്കളുണ്ട്, വ്യഭിചാരികൾ, മറ്റുള്ള പല തിന്മ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ പോലൊന്നും തിന്മകൾ ചെയ്യാത്ത, ഇൽമിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന അറിയപ്പെട്ട മുഹദ്ദിസായ സുഫിയാൻ സൗരി റഹിമഹുല്ല അവരെക്കാളൊക്കെയും കരയാണ്, ചങ്ക് പൊട്ടി കരയാണ്. ഇദ്ദേഹത്തിന്റെ ഈ കരച്ചിലിന്റെ തീക്ഷ്ണത കണ്ടിട്ട്, അതിന്റെ ആഴം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊരാൾ അദ്ദേഹത്തോട് ചോദിക്കണം, താങ്കൾ എന്ത് കരയുന്നത്? താങ്കൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെ പറ്റി ആലോചിച്ചിട്ടാണോ താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നിലത്തുനിന്ന് ഒരു മണൽത്തരി എടുത്തിട്ട് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറത്തിക്കളയാം, ഊതിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറയണ, എന്റെ തെറ്റുകൾ റബ്ബിന്റെ റഹ്മത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത്ര പോലും വരൂല. അള്ളാഹുന്റെ റഹ്മത്തിനെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഇത്ര പോലും വരൂല. പക്ഷെ ഞാൻ പേടിക്കുന്നത്, ഞാൻ ഇങ്ങനെ കരയാന്നതിനുള്ള കാരണം ഈ തെറ്റുകൾ എനിക്ക് കിട്ടിയ ഹിദായത്ത് അത് എന്നിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടാനുള്ള കാരണമായി തീരുമോ എന്ന് ആലോചിച്ചിട്ടാണ്. ഞാൻ ഈ ചെയ്ത തെറ്റുകൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഹറാമുകൾ, അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, മറ്റാർക്കും റബ്ബ് കൊടുത്തിട്ടില്ലാത്ത ഈ ഔദാര്യം, അത് റബ്ബ് എന്നിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടാൻ അത് കാരണമായി തീരുമോ, ഞാൻ ചെയ്ത തെറ്റുകൾ അതിന് സബബായി തീരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ കരയുന്നത് അദ്ദേഹം പറയാം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒന്ന്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ,
എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇത്രയധികം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറ് ലൈസൽ അജബു ബിമൻ വല്ല കൈഫ വൽ. വഴിതെറ്റിയവൻ എങ്ങനെ വഴിതെറ്റി എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു അതിൽ അത്ഭുതപ്പെടാൻ ഒരു കാര്യമില്ല. കാരണം എത്തിക്കാനുള്ള കാര്യങ്ങളാണ് മുഴുവനും എവിടെ നോക്കിയാൽ. വലാകിന്നൽ അജബു ബിമൻ നജ കൈഫ നജ. മറിച്ച് അത്ഭുതം എന്നുള്ളത് എന്താ? രക്ഷപ്പെട്ടവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിനാണ് അത്ഭുതം. രക്ഷപ്പെട്ടവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിനാണ് അത്ഭുതം. അത് റബ്ബിന്റെ ഔദാര്യം. പണ്ഡിത ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാറുണ്ട്, ഏറ്റവും വലിയ കറാമത്ത് ഈ ശരിയായ ദീനിലുള്ള ഇസ്തിഖാമത്താണ്. ഏറ്റവും വലിയ, നമ്മൾ പല കറാമത്തുകളും കണ്ടിട്ടുണ്ടാവും. വെള്ളത്തിൽ കൂടെ നടക്കുക, ആകാശത്തൂടെ പറക്കുക, തീ കൂടെ നടക്കുക. ഏറ്റവും വലിയ കറാമത്ത് എന്താണെന്ന് അറിയോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഔദാര്യം, ഏറ്റവും വലിയ നിഅമത്ത് ഈ ഒരു ദീനിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഇസ്തിഖാമത്ത്, മരണം വരെ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതാണ് ഒരു അടിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഔദാര്യത, ഏറ്റവും വലിയ നിഅമത്ത്. അതാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ ഭാഗ്യവാൻ ആരുമില്ല. സലഫുകൾ പല ആളുകൾ മരണപ്പെട്ട് സങ്കടപ്പെട്ട് വരുമ്പോൾ പലരും ചോദിക്കാറ്, നീ എന്തിനാ കരയുന്നത്, സങ്കടപ്പെടുന്ന എന്തിനാ? അപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ഇന്നൊരു മുഹദ്ദിസ് മരണപ്പെട്ടു. അപ്പൊ ഈ സലഫുകൾപ്പെട്ട പണ്ഡിതൻ ചോദിക്കും, അദ്ദേഹം ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നോ? അഹ്ലുസുന്നത്തിന്റെ ഓരോരോ പോയിന്റുകൾ ചോദിക്കും, കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിന് ഈ വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ന വിശ്വാസം ഉണ്ടായിരുന്നു, ഈ മസലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവസാനം എല്ലാത്തിലും ഓക്കെ ആണെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അയാൾ എല്ലാ ഹൈറിലുമായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ള ആവശ്യമില്ല. നീ അയാളുടെ വിഷയത്തിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അയാൾ എല്ലാ ഹൈറിലുമായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന് സലഫുകൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു പേടി എപ്പോഴും വേണം. നമ്മൾ ഈ ഒരു ആദർശത്തിലല്ലേ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നമ്മൾ ഇങ്ങനെ തന്നെ മരണപ്പെടുക എന്നുള്ളതിനാണ് കാര്യം. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, എല്ലാ പ്രവർത്തനങ്ങളും പരിഗണിക്കപ്പെടുക അതിന്റെ അന്ത്യം നോക്കിയിട്ടാണ്, പര്യവസാനം നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലായിക്കൊണ്ട് മരണപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അത് ശരിക്ക് പഠിക്കുക എന്നുള്ളത്. അതിൽ ഓരോ കാര്യം, ഒരു സംശയം നമുക്കതിൽ നിലനിൽക്കാൻ പാടില്ല. കൃത്യമായി സൂക്ഷ്മമായും അതിന്റെ ഓരോ വിഷയങ്ങളും സംശയങ്ങൾ ചോദിച്ച് തന്നെ പഠിക്കണം. അതിൽ വ്യക്തത, നമുക്കതിൽ ഒരു ചാഞ്ചാട്ടുണ്ടാവും, ഒരു ചലനവും ഇല്ലാതെ ഏതിനെ വന്നാൽ ഭൂമി മുഴുവൻ ഇളകിയാണ് നമുക്കതിൽ ഒരു ഇളക്കവും വരാത്ത രൂപത്തിൽ നമ്മുടെ ആ വിശ്വാസം നമ്മൾ ആക്കി മാറ്റുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു അഹ്ലുസുന്നത്തിന്റെ ആദർശം ലോകത്തിന്റെ എത്രത്തോളം കൂടുതൽ കോണുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമോ അവിടേക്കൊക്കെ എത്തിക്കുക. എങ്ങനെയൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ എത്തിക്കുക. അത് ഗ്രൂപ്പുകൾ ഫോർവേഡ് ചെയ്തിട്ടാണെങ്കിലും, സ്റ്റാറ്റസുകൾ വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ സംസാരിക്കാൻ സാധിക്കുന്നത് സംസാരിച്ചിട്ടാണെങ്കിലും, എഴുതാൻ സാധിക്കുന്നത് എഴുതിയിട്ടാണെങ്കിലും, അതിന്റെ തെറ്റായ വിദഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ മറുപടികൾ പറഞ്ഞിട്ടാണ്, എല്ലാ രൂപത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും മാക്സിമം നമ്മൾ ഈ വിഷയത്തിൽ ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. റബ്ബ് തന്നാലേ ഉള്ളൂ, റബ്ബ് നിലനിർത്തിയാലേ നിലനിൽക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കാൻ, നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടില്ല. പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ആമുഖമായി പറയാനുള്ളത് കൊണ്ട് കിതാബിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കിതാബ് വായിച്ചു തുടങ്ങും. അപ്പോൾ അഖീദത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ കിതാബ്, അതിന്റെ PDF ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യാം. അതിലെ 5-ാമത്തെ പേജ് മുതൽ, 5-ാമത്തെ പേജ് ആമുഖമാണ്, അതല്ലെങ്കിലും 9-ാമത്തെ പേജ് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ് മുതൽ അത് വായിച്ച്, അങ്ങനെ അറബി വായിച്ച് അർത്ഥം പറഞ്ഞ് അങ്ങനെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ വിശദീകരിച്ച് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ക്രീനിൽ എന്ത് ചെയ്യും, അതിന്റെ ഷെയർ ചെയ്യും കിതാബിന്റെ ഭാഗം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ വളരെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് എന്ത് ചെയ്യണം, ഈ പഠനത്തിൽ ആദ്യാവസാനം ഉണ്ടാകണമെന്ന് നസീഹത്ത് നൽകുകയാണ്, വസിയത്ത് ചെയ്യാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കിതാബ് ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് പൂർത്തീകരിക്കാനും ഇതിലുള്ളതുപോലെ ശരിയായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അത് ഉള്ളവരായി, ആ ഒരു വിശ്വാസം സ്വീകരിക്കുന്നവരായി തീരാനും, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു കണ്ടുമുട്ടുന്ന നാളിൽ ഇതേ വിശ്വാസം കണ്ടുമുട്ടാനും ഒക്കെ ഈ ഒരു പഠനം അതൊരു സബബാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.